മോർണിംഗ് ഓൾ. നമ്മുടെ മൈനർ കോഴ്സിൽ പ്രാവശ്യം നമുക്ക് പഠിക്കാനുള്ളത് സിലബസ് എന്ന് പറയുന്നത് ഫങ്ഷണൽ അനാലിസിസ് ആണ്. 4 ക്രെഡിറ്റ് കോഴ്സാണ്. അപ്പം അതിൻ്റെ സിലബസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് റിയൽ അനാലിസിസ്. അത് ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ബാർട്ടിൽ എന്ന് പറയുന്ന ഓതറുടെ ഇൻട്രൊഡക്ഷൻ ടു റിയൽ അനാലിസിസ് ആണ്. സെക്കൻഡ് മൊഡ്യൂൾ മെട്രിക് സ്പേസസ് ആണ്. ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അതാണ്. അപ്പോൾ സിലബസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ മെട്രിക് സ്പേസ് എന്താണ് എന്നും അതിൻ്റെ ചില എക്സാമ്പിൾസ് ഉണ്ട്. പിന്നെ അത് വെച്ചുകൊണ്ട് സബ് സ്പേസ് എന്താണ്, ഹോൾഡർ ഇനീക്വാലിറ്റി, കോഷി-ഷ്വാർട്സ് ഇനീക്വാലിറ്റി, മിങ്കോസ്കി ഇനീക്വാലിറ്റി, ഇതെല്ലാം എന്താണ്, അത് ഒരു ഇനീക്വാലിറ്റീസ് ആണ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലാക്കണം. ദെൻ ഓപ്പൺ സെറ്റ്, ക്ലോസ്ഡ് സെറ്റ്, നൈബർഹുഡ്, ഇൻറ്റീരിയർ, കണ്ടിന്യൂസ് ഫങ്ഷൻ എന്നിങ്ങനെയുള്ള കുറച്ച് ടേംസ് മനസ്സിലാക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ക്രേസിക് എന്ന് പറയുന്ന ഓതറുടെ ഇൻട്രൊഡക്ഷൻ ടു ഫങ്ഷണൽ അനാലിസിസ് വിത്ത് ആപ്ലിക്കേഷൻസ്. ഈ ബുക്കും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ നോക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ സീരീസ് ഞാൻ കണ്ടെത്തിയത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതും നോക്കിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ചില കാര്യങ്ങളൊന്ന് ക്വിക്കായിട്ട് നോക്കാം. ഇതാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, അപ്പോൾ സിലബസിൽ പറയുന്നത് പോലെ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് റെലവൻറ്റ് ടോപ്പിക്സ് ഫ്രം സെക്ഷൻ 1.1, 1.2 അപ് ടു 1.42 വരെയാണ്. അപ്പം നമുക്ക് സെക്ഷൻ 1.1 ഒന്ന് നോക്കാം. മെട്രിക് സ്പേസ് എന്താണെന്നുള്ള ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഡെഫിനിഷൻ ഓഫ് എ മെട്രിക് സ്പേസ് എന്ന് പറയുന്നത് ദർ ഈസ് എ സെറ്റ് ആൻഡ് എ ഫംഗ്ഷൻ ഡി ഓർഡർഡ് പെർ എക്സ് ഡി വെയർ എക്സ് ഈസ് എ സെറ്റ് ആൻഡ് ഡി ഈസ് എ മെട്രിക് എന്നുള്ളതിന് മറ്റൊരു പേരാണ് ഡിസ്റ്റൻസ് ഫംഗ്ഷൻ ഓൺ എക്സ്. ദാറ്റ് ഈസ്, അപ്പോൾ അങ്ങനെ ഒരു പെയറിനെയാണ് മെട്രിക് സ്പേസ് എന്ന് പറയുക. ഇഫ് ദാറ്റ് സാറ്റിസ്ഫൈ സെർട്ടൻ പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് പ്രോപ്പർട്ടി, ഡി ഒരു റിയൽ വാല്യൂഡ് ഫൈനൈറ്റ് നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ആയിരിക്കും. അതായത് എക്സ് ക്രോസ് എക്സിൽ നിന്നുള്ളൊരു ഫംഗ്ഷനാണ് ഡി ഫ്രം എക്സ് ക്രോസ് എക്സ് ടു റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ ഡി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. നോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വെൽ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ, ഡി ഓഫ് എക്സ് വൈ 0 ആവുന്നത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഈക്വൽ ടു വൈ. അതുപോലെ കമ്മ്യൂട്ടേറ്റിവിറ്റി പ്രോപ്പർട്ടി, ദെൻ ദിസ് ഈസ് കോൾഡ് ട്രയാങ്കുലർ ഇനീക്വാലിറ്റി. കമ്മ്യൂട്ടേറ്റിവിറ്റിക്ക് സിമ്മട്രി എന്നും കൂടെ പറയും. ഓക്കെ, ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മൾ അങ്ങനെയുള്ളതിനെ മെട്രിക് സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെട്രിക് സ്പേസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് അപ്പോൾ ഒരു സെറ്റ് എക്സ് ഉണ്ട്, ക്യാപിറ്റൽ എക്സ് എന്നുള്ള സെറ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് എക്സ് വൈ 2 പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ആണ് ഡി ഓഫ് എക്സ് വൈ വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. നമുക്ക് ജിയോമെട്രിക്കലി അറിയാവുന്ന ഡിസ്റ്റൻസ് ഇതിനൊരു എക്സാമ്പിളായിട്ട് വരും. പക്ഷേ അത് മാത്രമല്ല ഡിസ്റ്റൻസ് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്നുള്ളത് ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കിയാൽ അറിയാം, എക്സാമ്പിൾസായിട്ട് കൊടുത്തിട്ടുള്ളത് ഇവിടെ എക്സാമ്പിൾസ് കാണാം. റിയൽ ലൈൻ, നമ്മുടെ ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആയിട്ട് എടുത്തുകൊണ്ട് 2 പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇപ്പോൾ സപ്പോസ് ഇതാണ് നമ്മുടെ എക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആണ്. സ്മോൾ എക്സ് സ്മോൾ വൈ 2 പോയിൻറ്റ്സ് ആണെങ്കിൽ എക്സ് വൈ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ എന്ന് ഡിഫൈൻ ചെയ്താൽ അതൊരു ക്യാപിറ്റൽ എക്സ് ഒരു ഫംഗ്ഷനാണ്, ഒരു സെറ്റാണ്. ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ഈസ് എ ഫംഗ്ഷൻ. ഇനി ഇത് ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതായത് അതൊരു വെൽ ഡിഫൈൻഡ് ഫംഗ്ഷനാണ് എന്നുള്ളത് ആദ്യത്തെ കണ്ടീഷൻ, അത് ചെക്ക് ചെയ്യാം. രണ്ടാമത്തെ കണ്ടീഷൻ ഉണ്ടായിരുന്നത് ഡി ഓഫ് എക്സ് വൈ
ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് മോഡ് എക്സ് മൈനസ് ഇഫ് എക്സ് ഈക്വൽ ടു വൈ. നമുക്കറിയാം മോഡ്ലെസ് ഓഫ് എക്സ് മൈനസ് വൈ എപ്പോഴാണ് 0 ആവുക? ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഈക്വൽ ടു വൈ ആണ്. അപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ കണ്ടീഷൻ ഉണ്ടായിരുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നതും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വൈ ആൻഡ് എക്സും സെയിം ആയിരിക്കണം. ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഡി ഓഫ് വൈ എക്സ് ആയിരിക്കണം. മോഡ്ലെസ് ഓഫ് എക്സ് മൈനസ് വൈയും മോഡ്ലെസ് ഓഫ് വൈ മൈനസ് എക്സും സെയിം ആയതുകൊണ്ട് അവിടെയും പ്രശ്നം വരുന്നില്ല. നാലാമത്തത് ട്രയാങ്കുലർ ഇനീക്വാലിറ്റി. മോഡ്ലെസ് ഓഫ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് മോഡ്ലെസ് ഓഫ് ഇവിടെ ഈക്വൽ ടു ഇല്ല, മോഡ്ലെസ് ഓഫ് എക്സ് മൈനസ് സെഡ് പ്ലസ് മോഡ്ലെസ് ഓഫ് വൈ മൈനസ് സെഡുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മോഡ്ലെസ് ഓഫ് എക്സ് മൈനസ് വൈ ആയിരിക്കും മോഡ്ലെസ് ഓഫ് എക്സ് മൈനസ് സെഡ് പ്ലസ് മോഡ്ലെസ് ഓഫ് വൈ മൈനസ് സെഡിനേക്കാൾ ചെറുത്. ഓക്കെ, ട്രയാങ്കുലർ ഇനീക്വാലിറ്റിയാണ്. ഈ ട്രയാങ്കുലർ ഇനീക്വാലിറ്റിയും സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് ഓൾ ദ ത്രീ കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ്. ഹെൻസ് ദ പെയർ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് വിത്ത് distance d means modulus of x minus y is a vector metric space. Okay, similar ആയിട്ട് മറ്റ് എക്സാമ്പിൾസ് R2 ഒരു പ്ലെയിനിനകത്ത് രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് യൂഷ്വലി നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാറ്? അപ്പോൾ R2 എന്ന പ്ലെയിനിൽ രണ്ട് പോയിൻറ്റ്സ് ഉണ്ട്, ഇവിടെ കൊടുത്തത് കാണാം. x ഈക്വൽ ടു psi1 psi2 എന്ന പോയിൻറ്റും y ഈക്വൽ ടു η1 η2 എന്ന പോയിൻറ്റും അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ യൂഷ്വലി ഡിഫൈൻ ചെയ്യുന്നത് പോലെ റൂട്ട് ഓഫ് psi1 മൈനസ് η1 ഹോൾ സ്ക്വയർ പ്ലസ് psi2 മൈനസ് η2 ഹോൾ സ്ക്വയർ എന്നുള്ള ഈ ഒരു മെത്തേഡിലൂടെ ഡിസ്റ്റൻസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഈ ഡിസ്റ്റൻസ് ഇത് പ്രകാരം ദാറ്റ് വിൽ ബി എ വെക്ടർ സ്പേസ്. അതായത് ആ നാല് കണ്ടീഷൻസും ഈ സെറ്റും ഈ ഫംഗ്ഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് കാണാം. അത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിന് മുമ്പായിട്ട് R3യിലേക്ക് പോകാം. R3 എന്ന് പറയുന്നത് R3. ഓക്കെ, അവിടെയും മൂന്ന് പോയിൻറ്റ്സ് x ഈക്വൽ ടു psi1 psi2 psi3 y ഈക്വൽ ടു η1 η2 η3 രണ്ട് പോയിൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് നമ്മൾ R2യിൽ ഡിഫൈൻ ചെയ്യുന്നതിന് ഒന്ന് അതിൻ്റെ ജനറലൈസേഷൻ സ്ക്വയർ റൂട്ട് ഓഫ് psi1 ഫസ്റ്റ് കമ്പോണൻറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസിൻ്റെ സ്ക്വയർ psi1 മൈനസ് psi2 ഹോൾ സ്ക്വയർ psi1 മൈനസ് η1 ഹോൾ സ്ക്വയർ പ്ലസ് psi2 മൈനസ് η2 ഹോൾ സ്ക്വയർ പ്ലസ് psi3 മൈനസ് η3 ഹോൾ സ്ക്വയർ. ഈ ഒരു രീതിയിലാണ് അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ജനറലായിട്ട് RNലും ഇത് ഡിഫൈൻ ചെയ്തതായിട്ട് കാണാം. ഓക്കെ, RN സിമിലർലി നമ്മൾ ഈ Rൽ ഡിഫൈൻ ചെയ്തതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ സിയിൽ കോംപ്ലക്സ് സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സിൽ സിയിൽ ഡിഫൈൻ ചെയ്യാം. അതുപോലെ R2ൽ ഡിഫൈൻ ചെയ്തതുപോലെ C2ൽ ഡിഫൈൻ ചെയ്യാം. ആൻഡ് ജനറലി RNൽ ഡിഫൈൻ ചെയ്തതുപോലെ CNൽ ഡിഫൈൻ ചെയ്യാം. C മീൻസ് സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ്, C2 മീൻസ് C ക്രോസ് C. ഓക്കെ, C ക്രോസ് C. അതുപോലെ ജനറലായിട്ട് CN ഇതിൽ ഡിഫൈൻ ചെയ്യാം. അതും മെത്തേഡ് സെയിം ആണ്. നിങ്ങൾ ഇവിടെ നോക്കിയാൽ അറിയാം. ഈ ഒരു കേസിൽ n ഡയമെൻഷണൽ യൂണിറ്ററി സ്പേസ് എന്നാണ് അതിൽ പറയുന്നത്. അവിടെ ഡിസ്റ്റൻസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഈ രൂപത്തിൽ തന്നെ. പക്ഷേ അവിടെ എന്തുണ്ട്? മോഡുലസ് എടുക്കണം. η1 മൈനസ് η2 ഹോൾ സ്ക്വയർ എന്നെടുത്താൽ മതിയാവില്ല, മോഡുലസ് എടുക്കണം. കാരണം ഡിസ്റ്റൻസ് ഫംഗ്ഷൻ d എന്ന് പറയുന്നത് എക്സ് ക്രോസ് എക്സിൽ നിന്ന് റിയൽ നമ്പേഴ്സിലേക്കുള്ള ഫംഗ്ഷനാണ്. മോഡുലസ് എടുത്താലേ നമുക്ക് കോംപ്ലക്സ് നമ്പറിനെ റിയൽ നമ്പറാക്കി മാറ്റുന്നുള്ളൂ. ഓക്കെ, മോഡുലസ് എടുക്കാതിരുന്നാൽ അതൊരു കോംപ്ലക്സ് നമ്പർ ആവും. അപ്പോൾ അതൊരു ഡിസ്റ്റൻസ് എന്നുള്ള നമ്പറിലേക്ക് വരുന്നില്ല. ഓക്കെ, സോ ഇവിടെ അഡീഷണൽ ആയിട്ടുള്ള പ്രത്യേകത ജസ്റ്റ് psi1 മൈനസ് η1 ഹോൾ സ്ക്വയർ അല്ല, psi1 മൈനസ് η1 മോഡ് ഹോൾ സ്ക്വയർ പ്ലസ് psi2 മൈനസ് η2 മോഡ്ലെസ് ഓഫ് psi2 മൈനസ് η2 ഹോൾ സ്ക്വയർ എക്സെട്ര. ആ രീതിയിൽ CNലും നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ നിലവിൽ മറ്റൊരു എക്സാമ്പിൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നമുക്ക് R2ൻ്റെ അകത്ത് തന്നെ ഇതെല്ലാം ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത Rലുള്ളതും R2ലുള്ളതും RNലുള്ളതെല്ലാം യൂക്ലീഡിയൻ മെട്രിക് സ്പേസ് എന്ന് പറയുന്നത്. അത് യൂഷ്വൽ ഡിസ്റ്റൻസ് ആണ്. സാധാരണ നമ്മൾ പറയുന്ന യൂക്ലീഡിയൻ ആയിട്ടുള്ള ഡയറക്റ്റുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഇതുവരെ എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് CNലും. അത് യൂക്ലീഡിയൻ കോംപ്ലക്സ് മെട്രിക് സ്പേസ് എന്ന് പറയും. എന്നാൽ മറ്റൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ അറിയാം, D1 എന്ന് പറയുന്നത് ഇവിടെ x ഈക്വൽ ടു R2
2 തന്നെ. പക്ഷേ അവിടെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ഡിസ്റ്റൻസ് അല്ല. പകരം എങ്ങനെയാണ് എക്സ് ഈ വൈ തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നത്? മോഡുലസ് ഓഫ് η1 മൈനസ് ψ1 മൈനസ് η1, അതായത് ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, പ്ലസ് മോഡുലസ് ഓഫ് ψ2 മൈനസ് η2, ഈ ഡിസ്റ്റൻസ് കൂടെ ചേർത്ത് എത്രയാണോ കിട്ടുന്നത് ആ ഒരു ഡിസ്റ്റൻസാണ് നമ്മൾ ഇവിടെ d1 ഓഫ് xy ആയിട്ട് എഴുതുന്നത്. ഈ d1ഉം ആ 4 പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് കാണാം. എപ്പോഴാണ് d1 ഓഫ് xy ഈക്വൽ ടു 0 ആവുക? x ഈക്വൽ ടു y ആവുമ്പോൾ മാത്രം. അതുപോലെ ദിസ് പ്ലസ് ദിസ് എന്ന് പറയുന്നതും തിരിച്ച് പറയുന്നതും ഈക്വലാണ്. അതായത് വൈയിൽ നിന്ന് എക്സിലേക്കുള്ള ഡിസ്റ്റൻസും എക്സിൽ നിന്ന് വൈയിലേക്കുള്ള ഡിസ്റ്റൻസും ഈ രീതിയിലാണെങ്കിലും ഈക്വലാണ്. മൂന്നാമത്തെ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. സോ ഓൾ ദ കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്, ഹെൻസ് d1 ഈസ് എ വെൽ ഡിഫൈൻഡ് ഡിസ്റ്റൻസ് ഇൻ ദിസ് സെറ്റ് എന്ന് കാണാം. അതുകൊണ്ട് ഇതൊരു മെട്രിക് സ്പേസ് ആണ്. ആ മെട്രിക് സ്പേസിനെ യൂഷ്വലി പറയുന്ന പേരാണ് ടാക്സി ക്യാബ് മെട്രിക്. ടാക്സി ക്യാബ് മെട്രിക് എന്ന് പറയാനുള്ള കാരണം, നമ്മൾ യൂഷ്വലി ഒരു ടാക്സി ഒക്കെ എടുത്താൽ ഡയറക്റ്റ് നമ്മൾ ഒരു സാധാരണ സിറ്റുവേഷൻ അല്ല, നമ്മൾ സംശയിക്കുന്നൊരു സിറ്റുവേഷൻ, ഡയറക്റ്റ് നമ്മൾ ആ ഒരു ടാർജറ്റിലേക്ക് എത്തിക്കാതെ മാക്സിമം അവർക്ക് മീറ്റർ ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ വളഞ്ഞ വഴിയിലൂടെ പോകും എന്നുള്ളൊരു ഐഡിയ കൊണ്ടാണ് ടാക്സി ക്യാബ് മെട്രിക് എന്നതിന് പറയാൻ കാരണം. ഓക്കെ, ദെൻ മറ്റ് എക്സാമ്പിൾസ് ഉണ്ട്. ഇതുപോലുള്ള എക്സാമ്പിൾസ് നിങ്ങൾ ഈ ടെക്സ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. സീക്വൻസ് എൽ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ സീക്വൻസസ് ആണ്. സെറ്റ് ഓഫ് ഓൾ ബൗണ്ടഡ് സീക്വൻസസ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. അത് ആക്ച്വലി എന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ആർ എൻ എന്ന് പറയുന്നത് എന്താണ്? ഓർഡേഡ് പെയർസ് ψ1 ψ2 എക്സെട്ര ψn, ഒരു n വരെയല്ലേ ഉള്ളൂ. എന്നാൽ ഈ n വരെ ലിമിറ്റ് ചെയ്യാതെ ഇൻഫിനിറ്റി വരെ വരുന്നുണ്ടെങ്കിൽ അത് ആർ ഇൻഫിനിറ്റി എന്നല്ല വിളിക്കുക, പകരം ദാറ്റ് ഈസ് കളക്ഷൻ ഓഫ് ഓൾ സീക്വൻസസ്. അതൊരു കളക്ഷൻ ഓഫ് ഓൾ, ദാറ്റ്സ് എ സീക്വൻസ്. ഇത് n വരെ ഉണ്ടെങ്കിൽ അതിനൊരു സീക്വൻസ് എന്ന് പറയില്ല, പക്ഷേ ഇൻഫിനിറ്റി വരെയാണെങ്കിൽ അതിനെ ഒരു സീക്വൻസ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള കളക്ഷൻ ഓഫ് ഓൾ സീക്വൻസസ് എടുത്താൽ അതിൻ്റെ അകത്തല്ല നമ്മൾ മെട്രിക് ഡിഫൈൻ ചെയ്യുന്നത്, അതിൽ ബൗണ്ടഡ് ആയിട്ടുള്ള സീക്വൻസസ് ഉണ്ട്. സെറ്റ് ഓഫ് ഓൾ ബൗണ്ടഡ് സീക്വൻസസ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഇവിടെ ആർ എന്നിന് പകരം ജനറൽ ആയിട്ടുള്ള സെറ്റ് CN ആണ് എടുത്തിട്ടുള്ളത്. ആർ എന്നിലും ഇതുപോലെ ചെയ്യാവുന്നതാണ്. സെറ്റ് ഓഫ് ഓൾ ബൗണ്ടഡ് സീക്വൻസ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്നുള്ളതിനെയാണ് നമ്മൾ L ഇൻഫിനിറ്റി എന്ന പേര് വിളിക്കുന്നത്. ഈ സെറ്റിനകത്ത് നമ്മൾ ഒരു മെട്രിക് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതായത് എക്സ് ഈക്വൾ ടു ഒരു സീക്വൻസും വൈ ഈക്വൾ ടു മറ്റൊരു സീക്വൻസ് എടുക്കുകയാണ്. ഓക്കെ, എക്സ് ഈക്വൾ ടു എന്നുള്ള ഒരു സീക്വൻസ്, സിമിലർലി വൈ ഈക്വൾ ടു എന്തായിരിക്കും? വൈ ഈക്വൾ ടു η1 η2 അപ് ടു ഇൻഫിനിറ്റി വരെ പോകുന്ന മറ്റൊരു സീക്വൻസും. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡിഫൈൻ ചെയ്യുന്നത് സുപ്രീമം അല്ലെങ്കിൽ മാക്സിമം. സുപ്രീമം എന്ന് പറയുന്നത് മാക്സിമം എന്നുള്ള ഒരു ടേമിൻ്റെ ഒരു കുറച്ചുകൂടെ ജനറലൈസ്ഡ് ടേമാണ്. മാക്സിമം ഓർ സുപ്രീമം ഓഫ് മോഡ് ψi മൈനസ് η i വേർ j വേരീസ്, ψj മൈനസ് η j വേർ j വേരീസ് ഫ്രം 1 to ഇൻഫിനിറ്റി. ഈ രീതിയിലാണ് നമ്മൾ അവിടെ മെട്രിക് ഡിഫൈൻ ചെയ്യുന്നത്. അതും 4 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് കാണാം. അതൊരു വെൽ ഡിഫൈൻഡ് മെട്രിക് ആണെന്ന് മനസ്സിലാക്കാം. അതൊക്കെ നിങ്ങളൊന്ന് എഴുതി നോക്കണം. 4 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലേ എന്നുള്ളത് നിങ്ങൾ എഴുതി നോക്കണം കേട്ടോ. ഓക്കെ, L ഇൻഫിനിറ്റി സീക്വൻസ് സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മറ്റൊരു സ്പേസാണ് ഫങ്ഷൻ സ്പേസ്. സെറ്റ് ഓഫ് ഓൾ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഒരു സെറ്റായിട്ട് എടുത്താൽ അതിൻ്റെ അകത്തും നമുക്ക് ഡിസ്റ്റൻസ് കാണാം. നമ്മൾ ഇമാജിൻ ചെയ്യുമ്പോൾ പ്ലെയിനിലും റിയൽ ലൈനിലൊക്കെയുള്ള ഡിസ്റ്റൻസ് പോലെ ഫങ്ഷൻസ് തമ്മിലും നമുക്ക് ഡിസ്റ്റൻസ് കാണാം. ഇത് നമുക്ക് എന്താണ് ആ ഡിസ്റ്റൻസ് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്നുള്ളൊരു പ്രാക്ടിക്കൽ മീനിങ് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ഇതിനെല്ലാം ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതെല്ലാം മാത്സിൻ്റെ ഫർദർ സ്റ്റഡീസിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്ന ഏരിയാസാണ്. ഓക്കെ, നമ്മൾ യൂഷ്വലി നമ്മളൊരു ഭൂമിയിലുള്ള ഡിസ്റ്റൻസ് തന്നെ ജനറലൈസ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. മാത്സിൽ യൂഷ്വലി നടക്കാറുള്ളത് ഇങ്ങനെ തന്നെയാണ്. നമ്മൾ കാണുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ ജനറലൈസ് ചെയ്യാണ്.
അത് പലപ്പോഴും നമുക്ക് റിയൽ ലൈഫിൽ വീണ്ടും ആപ്ലിക്കേഷൻസ് തരുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫങ്ഷൻസിൻ്റെ സ്പേസാണ്. ഇപ്പോൾ എക്സ് ബി ടേക്കൺ ആസ് വി ടേക്ക് എ സെറ്റ് ഓഫ് ഓൾ റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ആണ് എക്സ് വൈ എക്സെട്ര, അതിലുള്ള എലിമെൻറ്റ്സ് ആണ് എക്സ് വൈ എക്സെട്ര ആർ ഫങ്ഷൻസ് ഓഫ് ആൻ ഇൻഡിപെൻഡൻറ്റ് റിയൽ വാല്യൂഡ് വേരിയബിൾ ടി ആൻഡ് ഡിഫൈൻഡ് ആൻഡ് കണ്ടിന്യൂസ്. അപ്പോൾ സി എന്ന് ഉദ്ദേശിക്കുന്നത് കണ്ടിന്യൂറ്റിയാണ്, കണ്ടിന്യൂസ് ഫങ്ഷൻസിൻ്റെ സ്പേസാണ്. ഓക്കെ, ഇൻ എ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 1. അപ്പോൾ ഇതിൻ്റെ അകത്ത് സി എ ബി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ആണ്. ഓക്കെ, സി എ ബി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഫങ്ഷൻസ് ഫ്രം എ ബി ടു ആർ, സെറ്റ് ഓഫ് ഓൾ റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് സച്ച് ദാറ്റ് എഫ് ഈസ് കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് ആയിട്ട് എ ബിയിൽ നിന്ന് ആറിലേക്കുള്ള ഫങ്ഷൻസിൻ്റെ കളക്ഷനെയാണ് സി ഓഫ് എ ബി എന്ന് പറയുന്നത്. എന്നിട്ട് ഈ സെറ്റിൽ വി ആർ ഗോയിങ് ടു ഡിഫൈൻ അതിലുള്ള എലിമെൻറ്റ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ സെറ്റ് ഓഫ് ഓൾ എഫ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഫങ്ഷൻസിനെ നമ്മൾ എഫ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും വേണമെങ്കിൽ നമുക്ക് എക്സ് എന്ന് വെച്ച് റീപ്ലേസ് ചെയ്യാം. സെറ്റ് ഓഫ് ഓൾ ഫങ്ഷൻസ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് കണ്ടിന്യൂസ് എന്നുള്ള രീതി. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഫങ്ഷൻസ് എക്സ് ആൻഡ് വൈ, എക്സും വൈയും ഇവിടെ നമ്പേഴ്സ് അല്ല ഫങ്ഷൻസ് ആണ്, വിച്ച് ഈസ് മാക്സിമം ഓഫ് എക്സ് ഓഫ് ടി മൈനസ് വൈ ഓഫ് ടി, മോഡുലസ് ഓഫ് എക്സ് ഓഫ് ടി മൈനസ് വൈ ഓഫ് ടി വെയർ ടി ബിലോങ്സ് ടു എ ബി. ജെ എന്ന് പറയുന്നത് ദ ഇൻ്റർവെൽ എ ബി. ഈ രീതിയിൽ ആണ് ഡിസ്റ്റൻസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇതും നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏതൊരു നോൺ എം ടി സെറ്റിലും ഡിഫൈൻ ചെയ്യാവുന്ന ഒരു മെട്രിക്കാണ് ഡിസ്ക്രീറ്റ് മെട്രിക്. ഇവിടെ സെറ്റ് ആറാവാം, വേണമെങ്കിൽ R2 ആവാം, RN ആവാം, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സി ഓഫ് എ ബി ആവാം, ഏതൊരു മെട്രിക്സ് ഏതൊരു സെറ്റും ആവാം, ഏതൊരു നോൺ എം ടി സെറ്റ് ആവാം, വേണമെങ്കിൽ x = 2 4 6 8 9 എന്ന സെറ്റ് ആവാം. ഈ സെറ്റിനകത്ത് നമുക്കൊരു മെട്രിക് ഡിഫൈൻ ചെയ്യാം. എങ്ങനെയാണ് ഇത് ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡി ഫ്രം എക്സ് ക്രോസ് എക്സ് ടു ഡി ആർ വേർ ഡി ഓഫ് എക്സസ് ഈസ് 0. ഏതൊരു പോയിൻ്റ് എടുത്താലും അതേ പോയിൻ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് 0 ആണ്. ഏതൊരു പോയിൻ്റ് എടുത്താലും ഡി ഓഫ് എക്സ് വൈ ഈസ് 1 ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു വൈ. ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണെങ്കിൽ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് 1. ഓക്കെ, അപ്പോൾ ഡിക്ക് എടുക്കാവുന്ന വാല്യൂസ് രണ്ട് വാല്യൂസേ ഉള്ളൂ, 0 or 1. ഇഫ് എക്സ് ഈക്വൽ ടു വൈ 0, ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു വൈ 1 എന്നുള്ള രീതിയിൽ. ദിസ് മെട്രിക് ഈസ് കോൾഡ് ഡിസ്ക്രീറ്റ് മെട്രിക്. ഇത് ഒരു വെൽ നോൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് മെട്രിക് സ്പേസ്. അപ്പോൾ ഈ ഒരു പോർഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് ആണ്. അതുപയോഗിച്ച് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്യാം. ഓക്കെ, ഈ പ്രോബ്ലംസിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്യാം, ഡൗട്ടുള്ളത് ചോദിക്കാം. ഓക്കെ, ഇനിയും കൂടുതൽ ഫർദർ എക്സാമ്പിൾസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, അത് നമുക്ക് ചെയ്യാം.